എങ്കിലും വേറെ വഴിയില്ലാത്തതിനാൽ അവൾക്ക് മുന്നിൽ പരമാവധി താഴുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. മോളെ, നീ ഇങ്ങനെ പറയരുത്. ഇപ്പം നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ ചെറിയമ്മയ്ക്ക് ആത്മഹത്യയില്ലാതെ വേറെ വഴിയില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ചെറിയമ്മയെ പോലീസ് കൊണ്ടുപോയാൽ മരിച്ചുപോയ നിൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുമോ? ജീവിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ അച്ഛന് നിങ്ങൾ സ്വൈര്യം കൊടുത്തായിട്ട് എനിക്കറിയില്ല ചെറിയമ്മേ. അതുകൊണ്ട് അച്ഛൻ്റെ ആത്മാവിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ വിട്ടേക്ക്. പിന്നെ കുടുംബത്തിൻ്റെ നാണക്കേട് അത് ഞാൻ അങ്ങ് സഹിച്ചു. നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾക്ക് ശിക്ഷ കിട്ടുന്നത് കൊണ്ട് എന്ത് നാണക്കേട് വരാനാണ് കുടുംബത്തിന്? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും ചെറിയമ്മേ. അതാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. അത്രയും പണം വാങ്ങി എന്നെ വിൽക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അമ്മ മാന്യമായിട്ടല്ലേ നിങ്ങളുടെ അടുത്ത് വന്ന് ദേവനേട്ടനുമായിട്ട് എൻ്റെ കല്യാണം ആലോചിച്ചത്? എന്നിട്ട് എൻ്റെ അഭിമാനം പോലും നോക്കാതെ നിങ്ങൾ വിലപേശി എന്നെ വിറ്റു. അതിന് നിങ്ങൾ അനുഭവിച്ചേ തീരൂ. മോളെ, ചെറിയമ്മ നിൻ്റെ കാല് പിടിക്കാം. നിൻ്റെ അമ്മ ഓടിപ്പോയതിനു ശേഷം ഞാനല്ലേ നിന്നെ ഇത്രയും കാലം നിന്നെ പോറ്റി വളർത്തിയത്. നിനക്കറിയാൻ വയ്യാഞ്ഞിട്ടാ. സ്വന്തം മോളെ പോലെയാണ് ഞാൻ നിന്നെ കണ്ടത്. പിന്നെ ഞാൻ നിന്നെ വഴക്ക് പറയുകയും തല്ലുകയും ഒക്കെ ചെയ്തത് നീ അടക്കവും ഒതുക്കവുമുള്ള നല്ല പെൺകുട്ടിയായിട്ട് വളരാനാ. അപ്പോൾ നിങ്ങളുടെ മകൾ ശരണ്യക്ക് ഈ അടക്കവും ഒതുക്കവും ഒന്നും വേണ്ടായിരുന്നോ ചെറിയമ്മേ? നിദ്ര എടുത്തടിച്ചതുപോലെ ചോദിച്ചു. സത്യഭാമയ്ക്ക് വാക്കുകൾ വറ്റിപ്പോയി. നിങ്ങളെന്നെ അവിടെയിട്ട് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്, പട്ടിണി കിട്ടിയിട്ടുണ്ട്, പണിയെടുപ്പിച്ച് നരകിപ്പിച്ചിട്ടുണ്ട്. നാട്ടുകാരോട് മൊത്തം നിങ്ങൾ അമ്മയും മോളുമേ കൂടി എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞിട്ടുമുണ്ട്. എന്നെ മാത്രമല്ല എൻ്റെ മുത്തശ്ശിയെയും നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം നിങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ. നോക്കിക്കോ, ഈ ശിക്ഷയൊന്നും പോരാ നിങ്ങൾക്ക്. നീ മുടിഞ്ഞു പോകത്തേ ഉള്ളടി മഹാഭാവി. നിയന്ത്രണം വിട്ട് സത്യഭാമ നിദ്രയെ പ്രാഗി. നമുക്ക് കാണാം ആരാ മുടിഞ്ഞു പോകുന്നതെന്ന്. ഇനി അധികം ആളായാലേ ജയിലിൽ കയറ്റുക മാത്രമല്ല, അവിടെ ഇട്ട് ഞാൻ നല്ല ഇടിയിടിപ്പിക്കും. പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് ഫോൺ വെച്ചിട്ട് പോകാൻ നോക്ക്. എന്നിട്ട് എൻ്റെ അമ്മയുടെ കടം വീട്ടാൻ നോക്ക്. നിദ്ര ഫോൺ വെച്ചതും സത്യഭാമ സ്തംഭിച്ചു നിന്ന് പോയി. ഇനി നിദ്രയുടെ കാര്യം നോക്കേണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവൾ തന്നെ സഹായിക്കില്ലെന്ന് ഉറപ്പായി. മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തിയേ തീരൂ. കുറച്ചു കഴിഞ്ഞ് അവർ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. എന്തോ തപ്പിത്തുടങ്ങി. താൻ വെച്ച സ്ഥലത്ത് ഉദ്ദേശിച്ച സാധനം കാണാതിരുന്നപ്പോൾ സത്യഭാമയുടെ നെഞ്ചൊന്നാളി. അവർ സെൽഫിലുണ്ടായിരുന്ന തൂണിലും ബാക്കി സാധനങ്ങളുമെല്ലാം വലിച്ചു വാരി പുറത്തിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. മണിക്കൂറുകൾ കടന്നുപോയി. സത്യഭാമയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അയ്യോ എൻ്റെ ദൈവമേ, ആ മഹാഭാബി അതും കൊണ്ടാണ് പോയത്. ശരത്തെ, മോന് ശരത്തെ, ഒന്നിങ്ങോട്ട് ഓടി വന്നേടാ. ഇതെന്തൊരു ശല്യമാണ് എന്ന മട്ടിൽ ശരത് തൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. അവൻ്റെ മുഖത്ത് മടുപ്പ് നിറഞ്ഞിരുന്നു. എന്താ അമ്മേ, ഒരു സമാധാനവും തരില്ലെന്ന് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണോ? ഇടമോനെ നോക്കിക്കേ, നമ്മുടെ വീടിൻ്റെ ആധാരം കാണുന്നില്ല. അതും ആ നശിച്ചവൾ കൊണ്ടുപോയെന്ന് തോന്നുന്നത്. ശരത്തൊന്ന് പരിങ്ങി. അമ്മയ്ക്കിപ്പോൾ എന്തിനാ വീടിൻ്റെ ആധാരം? എടാ, അത് പിന്നെ ആ പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ ജയിലിലാകും. ശരണ്യ സ്വർണം പണവും കൊണ്ടുപോയ സ്ഥിതിക്ക് ഇനി ആകെയുള്ള ആശ്രയം ആ ആധാരമാണ്. അത് ബാങ്കിൽ പണയം വെച്ച് പൈസ എടുക്കണം. അല്ലാതെ വേറെ വഴിയില്ല മോനെ. നിന്റെ അമ്മ പോയി ജയിലിൽ കിടക്കേണ്ടി വരും. കുറച്ചു മുന്നേ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു വെച്ചതേയുള്ളൂ. നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഗായത്രി ദേവിയുടെ വീട്ടിൽ പണം എത്തിച്ചില്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് SI പറഞ്ഞത്. ദൈവമേ, ആധാരം എവിടെ പോയോ ആവോ. ഇനി ആ ഒരുമിട്ടവൾ അതും എടുത്തിട്ടാണോ പോയത്? ബാക്കിയുള്ള മുറികളിലും കൂടെ ഒന്ന് നോക്കട്ടെ. ഞാൻ ഈ ഷെൽഫിലാണ് അത് വെച്ചിരുന്നത്. എന്നാലും കുന്തം പോയാലും കുടത്തിൽ തപ്പണമെന്നാണല്ലോ. സത്യഭാമ പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അടുത്ത മുറിയിലേക്ക് പോകാൻ ഭാവിച്ചു. അമ്മ, ഇനി വേറെടുത്തും ആധാരം തപ്പണ്ട, അതിവിടെയില്ല. ശരത്തിൻ്റെ ശബ്ദം താഴ്ന്നു. നീ എന്താടാ പറഞ്ഞു വരുന്നത്? അത് പിന്നെ അമ്മേ, അതൊരാവശ്യത്തിന് വേണ്ടി ഞാൻ ബാങ്കിൽ പണയം വെച്ചിരിക്കുക. സത്യഭാമയുടെ കണ്ണു തള്ളിപ്പോയി. ബാങ്കിൽ പണയം വെച്ചെന്നോ? എത്ര രൂപയ്ക്ക്? 10 ലക്ഷം രൂപയ്ക്ക്. പക്ഷേ അതിപ്പോൾ പലിശയടക്കം 15 ലക്ഷമായി എന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്നും നോട്ടീസ് വന്നിരുന്നു. എൻ്റെ ദൈവമേ! സത്യഭാമ നെഞ്ചത്തടിച്ചുപോയി. ഇനിയൊരു വഴിയും തനിക്ക് മുന്നിലെന്ന് രുദ്രൻ മനസ്സിലാക്കുകയായിരുന്നു. തൻ്റെ ആവശ്യങ്ങൾക്കായി താൻ തന്നെ മുന്നിട്ടിറങ്ങാതെ ഈ പ്രശ്നങ്ങളൊന്നും ഒരു കരയ്ക്കടുക്കാൻ പോകുന്നില്ല. രുദ്രൻ താനന്ന് താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ തൊട്ടരികിലുള്ള എല്ലാ കടകളിലെയും CCTV ഫൂട്ടേജുകൾ വില കൊടുത്ത് വാങ്ങി. ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നിട്ടുള്ള ഉറക്കമൊഴിഞ്ഞുള്ള എല്ലാ രാത്രികളിലും ഹോട്ടലിൻ്റെ മുൻവശത്തേക്കുള്ള കവാടത്തിലേക്ക് കടക്കുന്ന ഓരോ മുഖവും അവൻ പരിശോധിക്കുകയായിരുന്നു.
അവൻ താമസിച്ചിരുന്ന ദിവസത്തെയും അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലെയും ഫൂട്ടേജുകൾ അവൻ പരിശോധിച്ചു. പരിചയമുള്ള ഏതെങ്കിലും ഒരു മുഖം കണ്ണിൽ തടയുമോ എന്നതായിരുന്നു അവൻ നോക്കിക്കൊണ്ടിരുന്നത്. ഒടുവിൽ ഒരു മുഖം അവൻ പരിചിതമായി തോന്നി. 4-5 ശിങ്കിടികളുമായി ഹോട്ടലിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു ഗുണ്ടാ തലവൻ. അയാൾ സിനിമാ മേഖലയിലെ ആളുകളെ മാത്രം ഒതുക്കുന്ന ഒരു പ്രമുഖ ഗുണ്ടാ നേതാവാണ് കൊടി സുനിൽ. അന്നത്തെ ദിവസത്തെയും അതിനടുപ്പിച്ചുള്ള കുറച്ച് ദിവസങ്ങളിലെയും CCTVകൾ പരിശോധിക്കുമ്പോൾ അയാളെ മാത്രമാണ് അവന് സംശയാബ്ദമായി കാണാൻ കഴിഞ്ഞത്. സ്വാഭാവികമായും ഇയാളെ പിടിച്ചുകുടഞ്ഞ എന്തെങ്കിലും തുമ്പ് കിട്ടുമെന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ തൻ്റെ കുറച്ചധികം വിശ്വസ്തരായ ആളുകളെ പറഞ്ഞയച്ച് കൊടിസുലിനെ മാത്രം അവൻ തൻ്റെ വീട്ടിലേക്ക് പൊക്കിക്കൊണ്ടുവന്നു. ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു രുദ്രൻ അവയെല്ലാം. പകൽ മുഴുവനും ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലും രാത്രികളിലെല്ലാം ഇതിനു പുറകെയുമായി അവൻ ഉറക്കം പോലും ഇല്ലാതെ ആകെ വലഞ്ഞിരുന്നു. അതിനിടയിൽ നിദ്രയെ വല്ലാതെ മിസ് ചെയ്യുന്നതും അവൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു. അവൻ്റെ വില്ലയ്ക്ക് താഴെയുള്ള ഒരു ചെറിയ മുറിയിലേക്കാണ് കൊടിസുലിനെ അവർ കൊണ്ടുവന്നത്. ഒരു കസേരയിൽ അയാളെ പിടിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. അയാളുടെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചു വെച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം മുൻപായി അയാളെ നല്ലതുപോലെ രുദ്രൻ്റെ ആളുകൾ ഒന്ന് കുടഞ്ഞിട്ടുമുണ്ട്. രുദ്രൻ വന്ന പാടൊരു കസേര വലിച്ചിട്ട് അയാളുടെ നേർക്കിരുന്ന് ഇരുകൈകളും കോർത്ത് വെച്ച് അതിനു മുകളിലായി തലയൊന്ന് താങ്ങി അവനെ നോക്കി. രുദ്രൻ്റെ പിറകിലായി അവൻ്റെ ആളുകൾ കുറച്ചുപേർ കൂടി നിന്നിരുന്നു. അയാളുടെ മുഖം അവനെ കണ്ട പാടെ ഭയം കൊണ്ട് പിടയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്ന് നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? നിന്റെ കണ്ണുകൾ പറയുന്നുണ്ടെല്ലാം. എന്നാൽ പിന്നെ അങ്ങ് തത്ത പറയും പോലെ ഓരോന്നായി പറഞ്ഞു. രുദ്രൻ കസേരയിൽ കൈകെട്ടിയിരുന്നു കൊണ്ട് കാലിന്മേൽ കാല് കയറ്റി വെച്ച് അവൻ്റെ കണ്ണുകൾ തീക്ഷ്ണമായി കത്തുന്നുണ്ടായിരുന്നു. രുദ്രൻ്റെ മനസ്സിലൊരു നെരുപ്പോട് എരിഞ്ഞുകൊണ്ടിരുന്നു. രുദ്രൻ്റെ പിന്നിൽ നിന്നിരുന്ന ഒരുവൻ വന്ന് കൊടിസുനിലിൻ്റെ മുഖത്തുണ്ടായിരുന്ന പ്ലാസ്റ്റർ വലിച്ചൂരി മാറ്റി. ആ വേദനയിൽ അയാളൊന്ന് അലറിപ്പോയി. നിങ്ങൾ എന്തിനാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ അഴിച്ചുവിട്. വലിയ ആക്ടറാണെന്ന് കരുതി എന്തുമാകാമെന്നാണോ? എന്നെ തൊട്ട വിവരം അറിയും. പറഞ്ഞില്ലെന്ന് വേണ്ട. കൊടിസുനിൽ അവൻ്റെ നേർക്ക് ചീറി. രുദ്രൻ മെല്ലെ കണ്ണു കാണിച്ചപ്പോൾ പ്ലാസ്റ്റർ അയാളുടെ വായിൽ നിന്ന് വലിച്ചു മാറ്റിയ ആൾ തന്നെ സുനിലിൻ്റെ മുഖത്തിനിട്ട് ഒരു നല്ല പെടപിടച്ചു. ആ അടിയിൽ അയാളുടെ ചുണ്ടുകൾ പൊട്ടി ചോര വാർന്നൊലിക്കാൻ തുടങ്ങി. അയാൾ ആടിയിൽ അലറി വിളിച്ചു കരഞ്ഞു. സുനിൽ വേദന കൊണ്ട് പുളയുകയായിരുന്നു. നീ വെറുതെ എൻ്റെ മുന്നിൽ നിന്ന് പൊട്ടം കളിക്കരുത്. ഞാൻ എന്ത് കാര്യത്തിന് നിന്നെ പിടിച്ചു കൊണ്ട് വന്നിട്ടുള്ളത് എന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. പിന്നെന്തിനാണ് നമ്മൾ തമ്മിലൊരു ഫോർമാലിറ്റി? വേഗം കാര്യം പറഞ്ഞാൽ നിനക്കിവിടെ നിന്നും ജീവനോടെ പോകാം. അല്ലെങ്കിൽ ഞാൻ പറയണ്ടല്ലോ. രുദ്രൻ കസേര കുറച്ചുകൂടി അവൻ്റെ നേർക്ക് അടുപ്പിച്ചിട്ട് ഒന്ന് കുതിച്ചിരുന്നു. അവൻ്റെ കണ്ണുകളിൽ 2 തീപ്പന്തമാണ് എരിയുന്നത് എന്ന് സുനിലിന് തോന്നിപ്പോയി. രുദ്രനെ പറ്റി അവൻ കേൾക്കായികയായി ഒന്നുമില്ല. ഇടഞ്ഞ തനി കൊമ്പനാണ്. മതം പൊട്ടിയ ഒറ്റക്കൊമ്പൻ. കുത്തിമലർത്തി കളയും ഏവരെയും. ഒരു മയക്ക് വെടിക്കും പിന്നീട് അവനെ തളക്കാൻ കഴിയില്ല എന്നത് പരസ്യമായ ഒരു രഹസ്യമാണ്. അവനെതിരെ ഇത്തരം ഒരു കൊട്ടേഷൻ ഏറ്റെടുക്കുമ്പോൾ സുനിലിൻ്റെ കൈ പോലും ഒന്ന് വിറച്ചിരുന്നു. എങ്കിലും കിട്ടിയ പണത്തിൻ്റെ കനം കൂടിയതോടെ മടിയോടെയാണെങ്കിലും ചെയ്തു പോയതാണ്. എന്നിട്ടും കൊടി സുനിലൊന്നും പറയാത്തത് കണ്ട് രുദ്രൻ്റെ ദേഷ്യം ആളിപ്പടരാൻ തുടങ്ങി. അവൻ എഴുന്നേറ്റ് വന്ന് അയാളുടെ കവിളിൽ മാറി മാറി അടിക്കാൻ തുടങ്ങി. കൊടി സുനിൽ വേദന കൊണ്ട് അലറുകയായിരുന്നു. എടാ അതെടുക്ക്. അടിച്ച് ക്ഷീണിച്ചപ്പോൾ രുദ്രൻ പിന്തിരിഞ്ഞു നിന്ന് ഒരുവൻ്റെ നേർക്കലറി. അയാൾ അത്യാവശ്യം നീളമുള്ളൊരു കടാരയുമായി വന്ന് അത് രുദ്രൻ്റെ നേർക്ക് എറിഞ്ഞു കൊടുത്തു. രുദ്രൻ അത് വായുവിൽ നിന്ന് എറിഞ്ഞു പിടിച്ചുകൊണ്ട് സുനിലിൻ്റെ നേർക്ക് കുത്താനായി ആഞ്ഞു. സുനിൽ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് ഒരൊറ്റ അലർച്ചയായിരുന്നു. കത്തി അയാളുടെ കഴുത്തറ്റം വരെ വന്നു നിന്ന് നിശ്ചലമായി. മെല്ലെ കണ്ണു തുറന്നു നോക്കിയ സുനിൽ കിതച്ചുപോയി. ഒരു കടുവയുടെ രൗദ്രഭാവവുമായി നിൽക്കുന്ന രുദ്രനെ നേരിടാൻ അയാൾക്ക് പ്രയാസം തോന്നിപ്പോയി. ഇനിയും തൻ്റെ നാവിൽ നിന്നും സത്യം പുറത്തു വീഴാൻ സമയം വൈകിയ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ തന്നെ കൊല്ലുമെന്ന് അയാൾക്കുറപ്പായിരുന്നു. ഞാൻ പറയാം, എന്നൊന്നും ചെയ്യരുത്. അയാൾ പൊട്ടിക്കരഞ്ഞുപോയി. രുദ്രൻ്റെ മുഖം തെളിഞ്ഞു. അവൻ്റെ ചുണ്ടുകളിൽ ഒരു കൊടിയ പുഞ്ചിരി വിടർന്നു. രുദ്രൻ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവൻ്റെ നേർക്കിട്ടിരുന്ന കസേരയിൽ ചെന്നിരുന്ന് സുനിലിനെ നോക്കി. എങ്കിൽ പറ, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു? ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഈ അടിയൊന്നും ഞാൻ അടിക്കില്ലായിരുന്നല്ലോ. രുദ്രനൊരു ചെറുചിരിയോടെ പറയുന്നത് കേട്ടപ്പോൾ സുനിലൊന്ന് വിളറി. അയാളുടെ നാവിൽ നിന്ന് വീണ വാക്കുകൾ രുദ്രനെ ഞെട്ടിക്കുന്നതായിരുന്നു.
ആരാണ് നിനക്ക് കൊട്ടേഷൻ തന്നത് എന്നെ കൊടുക്കാൻ? ആദ്യം അതിൽ നിന്നും തുടങ്ങാം. കൈകൾ കൂട്ടിപ്പിണക്കുകയും അഴിക്കുകയും ചെയ്തുകൊണ്ട് രുദ്രൻ ക്ഷമയില്ലാത്തവനായി. സുനിലിൻ്റെ മുഖം ഭയം കൊണ്ട് വിളറി വെളുത്തു. അത് രുദ്രൻ സാറിനെ കൊടുക്കാൻ എനിക്ക് കൊട്ടേഷൻ തന്നത് ഡയറക്ടർ ആര്യൻ സാറാണ്. കൊടി സുനിൽ വിറയ്ക്കുന്ന സ്വരത്തോടെ പറയുന്നത് കേട്ടപ്പോൾ രുദ്രൻ ഞെട്ടലോടെ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു പോയി. ഒരു നിമിഷ നേരം അയാൾ പറഞ്ഞ വാക്കുകൾ രുദ്രനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാൾ നുണ പറയുകയാണ് എന്ന് കരുതിക്കൊണ്ട് രുദ്രൻ ചാടി എഴുന്നേറ്റ് അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. ഇനിയും നീ എന്നെ പൊട്ടനാക്കാനാണ് ഭാവമെങ്കിൽ നിന്റെ കഴുത്തിന് മുകളിൽ തല കാണില്ല. പറയുന്നത് രുദ്രനാണ്. രുദ്രൻ അലറി. ഇല്ല സാറേ, എന്നെ വിശ്വസിക്കണം. വേണമെങ്കിൽ സാറിൻ്റെ ഫോണിലുള്ള തെളിവുകൾ കൂടി കണ്ടോളൂ. ആര്യൻ സാർ എനിക്ക് അയച്ച വാട്സപ്പ് സന്ദേശങ്ങളും ഫോൺ കോളുടെ റെക്കോർഡുകളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. കൊടിസുനിൽ കരച്ചിലോടെ പറയുന്നത് കേട്ടപ്പോൾ രുദ്രൻ ഞെട്ടിത്തറഞ്ഞു നിന്നുപോയി. ആര്യൻ എന്തിനാണ് തനിക്കെതിരെ ഇങ്ങനെ ചെയ്തതെന്നോർത്ത് രുദ്രൻ ആശയക്കുഴപ്പത്തിലായിരുന്നു ആ നിമിഷം. രുദ്രൻ ചേരിൽ ആലമ്പമറ്റവനെ പോലെ ഇരുന്നു പോയി. ഇത്രയും നാളും കൂടപ്പിറപ്പും സുഹൃത്തുമായിരുന്നവൻ, എന്തിനും ഏതിനും തനിക്കൊപ്പം നിന്നിരുന്നവൻ തന്നെ ചതിച്ചു എന്ന സത്യം അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇനിയൊരു പക്ഷേ തന്നിൽ നിന്നും രക്ഷപ്പെടാൻ മാത്രം സുനിൽ ഒരു കള്ളക്കഥ മെനഞ്ഞ് തങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ഉള്ള പരിപാടിയായിരിക്കുമോ ഇതെന്ന് പോലും രുദ്രൻ സംശയിച്ചു പോയി. അവൻ്റെ ഫോണിങ് എടുത്തോണ്ട് വാ, രുദ്രൻ തലകുമ്പിട്ടിരുന്നു കൊണ്ട് തന്നെ ആരോടൊന്നില്ലാതെ പറഞ്ഞു. ഫോൺ പരിശോധിക്കുമ്പോൾ പോലും സുനിൽ പറഞ്ഞതൊന്നും സത്യമാകില്ല എന്നായിരുന്നു രുദ്രൻ്റെ മനസ്സിൽ. പക്ഷേ സുനിൽ ആര്യനുമായി സംസാരിച്ചിരുന്ന വാട്സപ്പ് സന്ദേശങ്ങളും ഫോൺ കോളുകളുടെ റെക്കോർഡുകളുമെല്ലാം ഒന്നൊഴിയാതെ രുദ്രൻ പരിശോധിച്ചു. എല്ലാം സത്യമാണ് സാറേ. ഇത്രയും ഇടികിട്ടിയിട്ടും ഞാൻ കള്ളം പറയുമെന്ന് തോന്നുന്നുണ്ടോ? രുദ്രൻ സാറിനെതിരെയാണ് കൊട്ടേഷൻ എന്നറിഞ്ഞപ്പോൾ ഞാനൊന്ന് പിൻവലിഞ്ഞതാണ്. പക്ഷേ അവർ പറഞ്ഞതിലും ഇരട്ടി പ്രതിഫലമാണ് എനിക്ക് തന്നത്. അതുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചിട്ടും ഞാനിതിലേക്ക് ഇറങ്ങിയത്. കൊടിസുനിൽ ഇനിയൊരു വഴിയും തനിക്ക് മുന്നിലെന്ന് മനസ്സിലാക്കിയതോടെ എല്ലാം രുദ്രന് മുന്നിൽ വെട്ടി തുറന്നു പറഞ്ഞു. അന്ന് ആര്യൻ സാറ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് വന്നത്. പക്ഷേ ആര്യൻ സാറ് പറഞ്ഞത് നിദ്ര മേഡത്തിനെ സാറിൻ്റെ കൂടെ കൊടുക്കാനല്ല, വേറൊരു പെണ്ണായിരുന്നു മേഡത്തിൻ്റെ പകരം തയ്യാറാക്കി വെച്ചിരുന്നത്. പക്ഷേ കൃത്യസമയത്ത് ആ പെണ്ണ് ഹോട്ടലിലേക്ക് എത്തിയില്ല. ഞാൻ സാറിൻ്റെ മുറിക്ക് മുന്നിലും പരിസരങ്ങളിലുമൊക്കെയായി മാറാതെ നിൽക്കുന്നുണ്ടായിരുന്നു. സാറിൻ്റെ ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് കലർത്തിയിട്ടത് ഹോട്ടൽ ബോയ് ആണ്. പെട്ടെന്നൊരു പെൺകുട്ടി അങ്ങോട്ടേക്ക് ഓടിപ്പിടിച്ചെത്തുന്നത് കണ്ടപ്പോൾ അവളെ മനഃപൂർവ്വം ക്ലോറോഫോം മൂക്കിലടിച്ച് ബോധം കെടുത്തി സാറിൻ്റെ മുറിയിലേക്ക് ഇട്ടത് ഞാനാണ്. പക്ഷേ ആ പെൺകുട്ടി സാറിൻ്റെ ഫിയാൻസി തന്നെയാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. സുനിൽ പറയുന്നത് നിദ്രയെക്കുറിച്ചാണെന്ന് ഓർത്തപ്പോൾ രുദ്രന് വിഷമം തോന്നി. തന്നെ പോലെ തന്നെ കുടുങ്ങിയൊരു നിരപരാധി തൻ്റെ ഫിയാൻസിയാണെന്ന് അയാൾ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു നിദ്രയെ. എന്നിട്ടും ആര്യൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നതിനെ പറ്റി തന്നെയായിരുന്നു രുദ്രൻ്റെ ചിന്ത തിരിഞ്ഞത്. താനും അവനും തമ്മിൽ ഇതേവരെയും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പ്രത്യക്ഷത്താൽ ശത്രുത തോന്നിപ്പിക്കും വിധം താൻ അവനോട് പെരുമാറിയിട്ടുമില്ല. അവൻ്റെ പ്രൊഫഷന് കോട്ടം വരുത്തുന്ന വിധത്തിൽ ഒരിക്കലും താൻ ഇൻഡസ്ട്രിയിൽ തിളങ്ങിയിട്ടുമില്ല. പിന്നെന്തിനായിരുന്നു അവൻ എന്നോട് ഈ പക? എന്തിനാണ് അവൻ എന്നോടിങ്ങനെ ചെയ്തത്? ചിലമ്പിച്ച സ്വരത്തിൽ മുഖമുയർത്താതെ തന്നെ രുദ്രൻ സുനിലിനോട് ചോദിച്ചു. സുനിൽ ഒന്നും അറിയില്ല എന്ന രീതിക്ക് കൈമലർത്തി കാണിച്ചു. അതെനിക്കറിയാൻ പാടില്ല സാറേ. അതൊക്കെ ചോദിച്ചപ്പോൾ ആര്യൻ സാറ് പറഞ്ഞത് നിങ്ങൾക്ക് പണം കിട്ടിയാൽ പോരെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് തിരക്കുന്നത് എന്നായിരുന്നു. യാതൊരു കാരണവശാലും ആളുടെ പേരെൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് വീഴരുത് എന്ന് പറഞ്ഞിരുന്നു. ഒന്നെങ്കിൽ സാറിൻ്റെ കൈകൊണ്ട് അല്ലെങ്കിൽ ആര്യൻ സാറിൻ്റെ കൈകൊണ്ട്. എങ്ങനെയായാലും ഞാൻ മരിക്കുമെന്ന് ഉറപ്പാണ്. അത് പറഞ്ഞു കഴിഞ്ഞ് സുനിൽ വലിയ വായിൽ കരയാൻ തുടങ്ങി. രുദ്രൻ അവൻ്റെ നെഞ്ചു നോക്കി ഒരൊറ്റ ചവിട്ട് കൊടുക്കാനാണ് തോന്നിയത്. എങ്കിലും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് രുദ്രൻ ഇരുന്നു. ഇയാൾ അഴിച്ചുവിട്ടേക്ക്, എങ്ങോട്ടെങ്കിലും പോയി തുലയട്ടെ, നാശം. മുഖം മുഴുവൻ അമർത്തി തുടച്ചിട്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് രുദ്രൻ പറഞ്ഞപ്പോൾ ആരോ വന്ന് സുനിലിനെ അഴിച്ചുവിട്ടു. അതിൻ്റെ ആശ്വാസം മുഴുവൻ സുനിലിൻ്റെ മുഖത്ത് കാണാമായിരുന്നു. രുദ്രൻ തന്നെ കൊല്ലുമെന്ന് തന്നെയായിരുന്നു അത്രയും നേരം കൊണ്ട് സുനിൽ വിചാരിച്ചു നിന്നത്. ഒരുപാട് നന്ദിയുണ്ട് സാറേ. എന്നെ പിന്നെ ഞാൻ അങ്ങോട്ട്. വാതിൽ നേർക്ക് സംശയത്തോടെ പതിയെ നടന്നുകൊണ്ട് സുനിൽ പറഞ്ഞു. ഒന്ന് നിന്നേ. രുദ്രൻ ഉറക്കെ വിളിച്ചപ്പോൾ സുനിൽ ഞെട്ടിത്തരിച്ച് വിറയലോടെ നിന്നു. ഇപ്പോൾ ഇവിടെ നടന്നതൊന്നും നീ ആര്യൻ്റെ മുന്നിൽ എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട. ഇനി നിന്നാലാ പിന്നെ നിന്റെ ശവം പോലും ബാക്കി കിട്ടുമെന്ന് കരുതണ്ട. രുദ്രൻ വിരലാൽ ചൂണ്ടി പറഞ്ഞപ്പോൾ സുനിൽ മെല്ലെ തലയാട്ടി പുറത്തേക്ക് കടന്നു.
ഇനി എന്ത് എന്നൊരു നിശ്ചയവും രുദ്രനില്ലായിരുന്നു. ആര്യൻ എന്തിനാണ് തന്നോട് ഈ ചതി ചെയ്തത് എന്നറിയാൻ ഇനി എന്താണ് മറ്റൊരു വഴി? ഒരു പക്ഷേ സാറയോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും തനിക്ക് അവളൊരു സഹായമായേക്കാം. പക്ഷേ രുദ്രൻ ഇനിയും അവളുടെ സഹായം കൈപ്പറ്റാനുള്ള മനസ്സിലായിരുന്നു. എത്രയൊക്കെ സമയമെടുത്താലും ഇനി താൻ തന്നെ ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുമെന്ന് രുദ്രൻ മനസ്സിൽ ഉറപ്പിച്ചു. സത്യഭാമ അലറി കരച്ചിലായിരുന്നു. കയ്യിലുണ്ടായിരുന്ന സ്വർണമെല്ലാം പോയി. എല്ലാത്തിനും കൂടെ നിന്നിരുന്ന മകളും പോയി. ഇപ്പോഴിതാകെ ഉണ്ടായിരുന്ന വീടിൻ്റെ ആധാരവും കൊണ്ടുപോയി മകൻ പണയത്തിലാക്കി അതിൻ്റെ മേൽ കടമാക്കി വെച്ചിരിക്കുന്നു. എൻ്റെ ദൈവമേ, എന്തായാലും എന്നോട് ഈ ചതി വേണമായിരുന്നു. ഇനി ഞാൻ ആ പെണ്ണുമ്പിള്ളയുടെ കടം തീർക്കാൻ എന്തോ ചെയ്യും? ശരത്തിൻ്റെ മുന്നിൽ കിടന്ന് തന്നെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു സത്യഭാമ. അതൊന്നും കണ്ടിട്ടും ശരത്തിനൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അവൻ്റെ നിസ്സംഗത കാണും തോറും സത്യഭാമയ്ക്ക് പിന്നെയും ദേഷ്യം വന്നു. സത്യഭാമ ഓടിച്ചെന്ന് അവൻ്റെ തലയിൽ ഒരു കൈയും വെച്ച് അടിക്കാൻ തുടങ്ങി. ഇട പരമദ്രോഹി, എന്നെ ചതിച്ചല്ലോടാ നീ. പോയി കൊണ്ടുപാട എൻ്റെ ആധാരം. പിന്നെയും പിന്നെയും കൈകൾ കൊണ്ട് ദേഹത്ത് മുഴുവൻ പ്രഹരമേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന സത്യഭാമയെ തടുക്കാൻ ശരത്ത് ആവും വിധം ശ്രമിച്ചു നോക്കി. ഒടുവിൽ അവരുടെ 2 കൈകളും ശരത്ത് പിടിച്ചു വെച്ചു. അമ്മയ്ക്കിതെന്താ വട്ടായോ? ഒന്നും മിണ്ടാതിരിക്കാമേ. ഗായത്രി അതൊക്കെ വെറുതെ പറഞ്ഞതായിരിക്കും. അവർ അമ്മയെ പോലീസിനെ പിടിച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ല. ശരത്ത് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും സത്യഭാമ ആകെ തകർന്നു പോയിരുന്നു. പോലീസ് വരില്ലായിരിക്കാം എന്ന് കരുതിയെങ്കിലും വൈകുന്നേരമായതോടെ പോലീസ് എത്തി. എന്താ, പറഞ്ഞ പണം തയ്യാറായില്ലേ? അവർക്ക് ഇതുവരെ പണം കിട്ടിയില്ല എന്നാണല്ലോ പറഞ്ഞത്. ഓഫീസർ അവർക്ക് മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ സത്യഭാമ അടിമുടി വിറച്ചുപോയി. സാറേ, ഒരാഴ്ചത്തെ സമയമല്ലേ തന്നിരുന്നത്. ഒരാഴ്ച കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിക്കാം സാറേ. കുറച്ചൊരവധി തരണം. ഇനി നിങ്ങൾക്കൊരവധിയും തരാൻ പോകുന്നില്ല. ഇപ്പോൾ തന്നെ കുറേയായി എന്നാണല്ലോ അവർ പറയുന്നത്. ഇനിയും അവധി തന്ന നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോകും എന്നവർക്ക് ഭയമുണ്ടെന്ന് പറയുന്നു. പണമില്ലെങ്കിൽ വന്ന് വണ്ടിയിൽ കയറിക്കോ. ഓഫീസർ ആക്രോശിച്ചപ്പോൾ സത്യഭാമ വിരണ്ടുപോയി. ശരത്തും അത് കണ്ട് ഭയന്നു പോയിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ പണം തയ്യാറാക്കാമെന്ന് ശരത്തും അവരോട് ഉറപ്പിച്ച് പറഞ്ഞു. എന്നിട്ടും അത് കൂട്ടാക്കാതെ ഓഫീസർ സത്യഭാമയും വിലങ്ങ് വെച്ചുകൊണ്ട് വണ്ടിയിൽ കയറി പോകുന്നത് ശരത്ത് കണ്ടുനിന്നു. പോകുന്ന വഴിയിലെല്ലാം സത്യഭാമ അലറി കരച്ചിലായിരുന്നു.